ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യം. ഈശോ പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഈശോയുടെ പ്രാർത്ഥനയാണ് വലിയ ഒരു സന്ദേശം. ക്ഷമയുടെ സന്ദേശം എൻ്റെ ദൈവം എനിക്ക് പറഞ്ഞു തരിക, ജീവിത മാതൃകയിലൂടെ കാണിച്ചു തരികയാണ്. ക്ഷമിക്കാനായിട്ട് പറ്റണം. ഈശോ ആരോടാണ് ക്ഷമിച്ചത്? തന്നെ കുരിശിൽ തറച്ചവരോട് ക്ഷമിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. കുരിശിൻ ചുവട്ടിൽ അവർക്ക് നിപ്പുണ്ട്. അവരോട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഈശോ. സ്നേഹമുള്ളവരെ, ക്ഷമയുടെ ഏറ്റവും വലിയ മാതൃക കാണിച്ചു തന്ന് കടന്നുപോയ വ്യക്തിയാണ് ഈശോ. പറയുന്നത്, ഞാൻ ജീവിച്ചതുപോലെ നീ ജീവിക്കാനാണ്. ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഈശോ പറയുന്ന ഓരോ വാക്കും അവൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് പാലിച്ച് കടന്നുപോയ വ്യക്തിയാണ്. അതുകൊണ്ട് ആ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ദ്രോഹിച്ചവർക്ക്, തന്നെ കുരിശിൽ തറച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവന് പറ്റിയത്, അവരോട് ക്ഷമിക്കാനായിട്ട് അവൻ തയ്യാറായത്. സ്നേഹമുള്ളവരെ, ഈ ക്ഷമ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ എനിക്ക് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പലപ്പോഴും നമുക്കിന്ന് അത് പറ്റുന്നില്ല, ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല. ഒത്തിരിയേറെ ദ്രോഹങ്ങൾ, ഒത്തിരിയേറെ വ്യക്തികളോട് വൈരാഗ്യമൊക്കെ ഉള്ളിൽ വെച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. പലരെയും നമ്മളിങ്ങനെ ജീവിതത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒത്തിരിയേറെ മുറിവുകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. ഓരോ ദിവസം കഴിയും തോറും ഇത് കൂടി വരികയാണ്. എൻ്റെ ദൈവം എന്നോട് പറയുന്നത്, മോനെ മോളെ, നിൻ്റെ ഉള്ളിലുള്ള എല്ലാ മുറിവുകളും നീ എൻ്റെ സന്നിധിയിൽ താ. നീ അവയൊന്ന് പൂർണ്ണമായിട്ട് മറക്കാനായിട്ട് തയ്യാറാവേ. നീ അവരോട് പൂർണ്ണമായിട്ടൊന്ന് ക്ഷമിച്ചേ. എന്നാൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നന്മയുണ്ടാവത്തുള്ളൂ. നമുക്കും ഇത് അനുഭവിച്ചിട്ടുണ്ടല്ലേ. പ്രാർത്ഥിക്കാനായിട്ടൊക്കെ നമ്മളിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ഓർമ്മയിൽ വരുന്ന മുഖമെന്ന് പറയുന്നത് നമുക്കാരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവരെയാ അല്ലേ. നമ്മളെ ദ്രോഹിച്ചവരെയാണ് പലപ്പോഴും നമ്മൾ ഏറ്റവും ആദ്യം ഓർക്കുന്നത്. ഒന്ന് സ്വസ്ഥമായിട്ട് പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. ദേവാലയത്തിൽ വന്നിരിക്കുമ്പോഴും എൻ്റെ പ്രാർത്ഥനയുടെ സമയങ്ങളിലെല്ലാം പലപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് വരുന്ന മുഖങ്ങളെല്ലാം എനിക്ക് ലഭിച്ച ദ്രോഹിച്ചവരുടെ മുഖങ്ങളാണ്. സ്നേഹമുള്ളവരെ, അവരോട് ക്ഷമിക്കാത്തിടത്തോളം കാലം ശാന്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഈശോ പറയുന്നത്, നീ ഒന്ന് ക്ഷമിക്കേ. ഞാൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനായിട്ട് ഈശോ പറയുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ എനിക്കൊരു മാതൃകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, നമ്മെ ദ്രോഹിച്ചവരുടെ മുഖങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കാം. അവരോടൊക്കെ പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാനായിട്ട്, ഈശോയെ പോലെ എല്ലാവരെയും ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വരുവാനായിട്ട്, വിശ്വസ്തയോടുകൂടി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.